നിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് എത്ര വലിയ തെറ്റായി പോയെന്നാ ഞാനിപ്പോ ആലോചിച്ച് സങ്കടപ്പെടുന്നത്. തെറ്റ് നീയല്ല, ഞാനാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നിന്നെ സ്നേഹിച്ചതും വേറൊന്ന് കല്യാണം കഴിച്ചതും. ഇത്രയും കാലവും ഞാൻ നിന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. വീണ്ടും ഞാൻ ആ തെറ്റ് ചെയ്യില്ല. ഇപ്പോ ഈ നിമിഷം തന്നെ ഞാൻ ഈ വീട് വിട്ട് പോവുക. ഈ വീട്ടില് ആരും എന്നെ തടയാൻ പാടില്ല എന്നാണ് സത്യം. ഈ നിമിഷം മുതല് നിന്നോടും ഈ വീട്ടിലുള്ളവരോടും എനിക്ക് ഒരു ബന്ധവുമില്ല. ഇനി നിങ്ങൾ ആരോ ഞാൻ ആരോ. ഞാൻ ഈ വീട് വിട്ടു പോയി കഴിഞ്ഞാ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു വിഷമവുമില്ല. ഗുഡ് ബൈ ഫോർ എവർ. കാർത്തികേ, നിക്ക് മോളെ. കാർത്തിക, കാർത്തികേ, കാർത്തിക, 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 എഴുന്നേക്ക് കാർത്തിക, മോളെ കാർത്തികേ, കാർത്തിക, കാർത്തിക, അവൾ പെട്ടെന്ന് എഴുന്നേപ്പിക്കേ, ഹോസ്പിറ്റലിലേക്ക് പോവാ. കാർത്തികേ, കാർത്തികേ, എന്തു പറ്റി മോളെ? പെട്ടെന്ന് എന്താ ഇവക്ക് ഇങ്ങനെ? ബോധം കെട്ട് വീണതാണല്ലോ. ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഇവളുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ സമാധാനം പറയണം. കാർത്തിക, എഴുന്നേക്ക്. ഏട്ടാ, എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിക്കും. എന്നിട്ട് വേഗം അങ്ങോട്ട് വരാൻ പറയൂ. ഒന്ന് പെട്ടെന്ന് വിളിക്ക്. പോയി വെള്ളം കൊണ്ടുവരും. വേഗം ചെല്ല്. കാർത്തികേ, കാർത്തികേ, എഴുന്നേക്ക് മോളെ. കാർത്തിക, കാർത്തിക, എഴുന്നേക്ക് മോളെ. ചെറിയമ്മേ, പെട്ടെന്ന് മയങ്ങി താഴെ വീണതാ ഡോക്ടർ. ഒന്നും മിണ്ടുന്നില്ല, കണ്ണും തുറക്കുന്നില്ല ഡോക്ടർ. അവളുടെ അമ്മയ്ക്ക് ഒരേ ഒരു മോളാ. ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവർക്കത് സഹിക്കാൻ പറ്റില്ല. ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവര് കൺസീവ് ആയിരിക്കുകയാണ്. എന്താ പറയുന്ന ഡോക്ടർ? അവരിപ്പോ പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. സ്ട്രെസ് ഒരുപാടായതുകൊണ്ട് മയങ്ങി വീണതാണ്. ബോഡി വീക്കാണ്. ഇഞ്ചക്ഷൻ കൊടുക്കാം. 2 മിനിറ്റിൽ കണ്ണു തുറക്കും. ഈ സമയത്ത് ഇതിനാ ഗർഭിണിയായത്. ഇനി ഡിവോഴ്സ് കിട്ടിയത് തന്നെ. എന്റെ ദൈവമേ, ഇപ്പോഴെന്തിനാ ഇങ്ങനൊരു ട്വിസ്റ്റ്?
പറ്റിയത്? ഞാനിപ്പോ എവിടെയാ ഉള്ളത്? നത്തിങ് ടു വറി കാർത്തിക. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ്സ്. എന്തിനാ ഡോക്ടർ? നീയൊരു അമ്മയാകാൻ പോവാ കാർത്തിക. അതെ കാർത്തിക, ഈ കുടുംബത്തിന് വേണ്ടി നീ ഒരു അവകാശിയെ തരാൻ പോവാണ്. കൺഗ്രാറ്റ്സ് കാർത്തിക. കൺഗ്രാറ്റുലേഷൻസ് കാർത്തിക. താങ്ക് യു കാർത്തിക, താങ്ക് യു സോ മച്ച്. സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഉളുപ്പില്ലാതെ മോഷണം നടത്തി നിന്നെ എന്ത് ചെയ്താലും ഒരു പാപവും കിട്ടില്ല. നിന്നെ ഇനി ആരും തടയാൻ വരില്ല. മറ്റന്നാൾ വരെ എന്തിനാടി? ഇന്ന് ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ. കാർത്തിക, എഴുന്നേൽക്കില്ലേ കാർത്തിക, കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. നീ ഇപ്പൊ വളരെ വീക്കാണെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുക. അതെ കാർത്തിക, നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. സപ്ലിമെന്റ്സ് യൂസ് ചെയ്യണം. അല്പം പോലും സ്ട്രെസ് എടുക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ കുഞ്ഞിനെ അത് ബാധിക്കാനിടയുണ്ട്. ഞങ്ങള് കാർത്തികയെ നല്ലപോലെ നോക്കിക്കോളാം ഡോക്ടർ. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ നോക്കിക്കോളാം. ഇന്ന് ആദ്യമായിട്ടാണ് പ്രഗ്നന്റ് ആവുന്നത് ഡോക്ടർ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിലൊരു നല്ല കാര്യം നടന്നിരിക്കുക. വസുന്ധരയ്ക്ക് ഗർഭം അലസി പോയപ്പോൾ അവൾ നല്ല വിഷമത്തിലായി. എന്നാൽ കാർത്തികയിലൂടെ അവളുടെ ആ വിഷമം മാറാൻ പോവുക. ഈ വീട്ടിലൊരു പുതിയ മെമ്പർ വരാൻ പോവാ. എനിക്ക് ഒരുപാട് സന്തോഷമായി ഏട്ടാ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം. പക്ഷെ ഞാൻ സന്തോഷത്തിലല്ല. കാർത്തിക, കാർത്തിക, ഐ ആം നോട്ട് ഹാപ്പി. എന്താ പറഞ്ഞ കാർത്തിക? അമ്മയാകുന്നത് ഒരു വരമാണ്. അത് എല്ലാവർക്കും കിട്ടില്ല. എനിക്ക് ഒരു വരവും വേണ്ട. എനിക്ക് ഡിവോഴ്സ് വേണം. ഈ സമയത്ത് ഡിവോഴ്സ് ചോദിക്കുന്നല്ലോ. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ദയവ് ചെയ്ത് പുറത്തു പോയേ. ഇറ്റ്സ് ഓക്കെ. ഡോക്ടർ, എന്ത് വർത്തമാനാ നീ പറയുന്ന കാർത്തികേ? അമ്മയാകാൻ പോകുന്ന നേരത്ത് ഡിവോഴ്സ് വേണമെന്ന് ചോദിക്കുന്നോ? ഇത് എന്റെ കാര്യമാണ് ഏട്ടത്തി. നിങ്ങൾ ആരും തലയിടണ്ട. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഈ വീട്ടിലെ കുട്ടിയല്ലേ? ഇപ്പോഴല്ലേ നിങ്ങളുടെ അനിയൻ എന്നെ ഈ വീട് വിട്ട് പുറത്തു പോകാൻ പറഞ്ഞത്? ഹ, പിന്നെ എങ്ങനെ ഞാൻ ഈ വീട്ടിലെ പെൺകുട്ടിയാകും? ദേഷ്യത്തിൽ അങ്ങനെ നമ്മൾ പലതും പറഞ്ഞു പോകും കാർത്തിക. അതിങ്ങനെ വലിയ വിഷയമായിട്ട് എടുക്കണോ? വിട്ടേ കാർത്തിക. നിങ്ങളുടെ അനിയന് ദേഷ്യമാകാല്ലേ? പക്ഷേ ഞാൻ സാവകാശം ആലോചിച്ച് തന്നെയായി തീരുമാനമെടുത്തത്. ഈ സമയത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല കാർത്തിക. ഏതാണ് ശരി തെറ്റെന്നൊക്കെ എനിക്കറിയാം. ഹ, എന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വട്ടം അഖിലിനെ പറ്റി ഒന്ന് ഓർത്ത് നോക്ക് കാർത്തികേ. നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ പറ്റി ആലോചിക്ക്. എന്നെ പറ്റി അല്ലാതെ ഞാൻ വേറെ ആരെ പറ്റിയും ആലോചിക്കുന്നില്ല. ഞാൻ ഗർഭിണിയായാലും ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും ശരി, എനിക്ക് ഡിവോഴ്സ് വേണം. ഇപ്പൊ തന്നെ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാ. മറ്റന്നാ നമുക്ക് കോടതിയിൽ കാണാം. നിൽക്ക് കാർത്തിക. ഇപ്പൊ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. എന്നെ തടയാൻ പാടില്ലെന്നും എന്നാണ് സത്യമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ആ സത്യമൊക്കെ ഞാൻ ദൂരെ എടുത്ത് കളഞ്ഞു. നീ ഇപ്പൊ തനിച്ചല്ല കാർത്തിക. നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല.
എന്നെ തടയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. മറ്റന്നാൾ വരെ നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം കാർത്തിക. പ്ലീസ്, നീ ഒരിടത്തും പോരുത്. ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞതല്ലേ മോളെ? പറയുന്നത് അനുസരിക്ക് കാർത്തികേ. ഇപ്പൊ നീ ഇവിടുന്ന് പോകുന്നത് നല്ലതല്ല കാർത്തിക. നീ നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പൊക്കോ, പക്ഷെ ഇപ്പൊ പോകരുത്. എവിടെയും പോകാതെ ഇവിടെ ഇരുന്ന് തന്നെ റെസ്റ്റ് എടുക്ക്. ഛേ, എന്താ മോളെ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നേ? എല്ലാം അറിഞ്ഞിട്ടും ചോദിക്കുകയാണല്ലേ? ഡിവോഴ്സ് ചോദിക്കേണ്ട സമയത്ത് പ്രഗ്നന്റ് ആയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. 9 മാസം കഴിഞ്ഞാൽ നീ പ്രസവിച്ച് തന്നെ ആവണം. എനിക്ക് അഖിലിന്റെ ആവശ്യമേ ഇല്ല. പിന്നെ എന്തിനാ അവന്റെ കുഞ്ഞ്? ഡിവോഴ്സും ജീവനാംശവും മതി എനിക്ക്. എടി മരമണ്ടി, നീ ഒരാളായിരിക്കുമ്പോഴേ നീ ഈ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ലെന്ന് അഭിയും വസുവും തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോ നീ ഗർഭിണിയായിരിക്കുന്ന അവസരത്തില് നിന്നെ എങ്ങനെ പുറത്തേക്ക് അയക്കും? എന്തുകൊണ്ട് അയക്കില്ല? എന്റെ ഇഷ്ടമാണ്. എന്നെ തടയാൻ അവരാരാ? നിന്റെ വയറ്റില് ഈ വീടിന്റെ അവകാശം വളരുക. ഈ കുഞ്ഞിന്റെ അവകാശം ഈ കുടുംബത്തിനുണ്ട്. ഇനി നിന്റെ തന്നിഷ്ടൊന്നും ഇവിടെ നടക്കില്ല. ഇനി എല്ലാം അവര് തീരുമാനിക്കും. അതെങ്ങനെ സാധിക്കാനാ? കാലാവധി കഴിഞ്ഞുടനെ ഞാൻ കോടതിയിലേക്ക് പോവും, ഡിവോഴ്സ് വാങ്ങും. നീ ഗർഭിണിയായിരിക്കുമ്പോ കോടതി എങ്ങനെ നിനക്ക് ഡിവോഴ്സ് തരും? എന്തുകൊണ്ട് തരില്ല? എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറയും. അപ്പോ ഡിവോഴ്സ് മാത്രമേ കിട്ടൂ, ജീവനാംശം കിട്ടില്ല. അപ്പോ ജീവനാംശം കൂടി കിട്ടണമെങ്കിൽ എന്ത് വേണം? കുട്ടിയെ പ്രസവിക്കണം. കുട്ടിക്കും ജീവനാംശം വേണോന്ന് ചോദിക്കണം. അപ്പോ കൂടുതൽ ജീവനാംശം കിട്ടും. നിനക്ക് സന്തോഷമായിട്ട് കഴിയാം. പക്ഷെ എന്താ, ഇതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് വെച്ചാ ഈ കുട്ടി നിനക്കൊരു തടസ്സമാകും. അപ്പൊ നിനക്കും വസുവിനെ പോലെ കുട്ടികളുള്ള അച്ഛനെ വിവാഹം കഴിക്കാൻ പറ്റും. അഭി നല്ലവനായിരുന്നോണ്ടാ വസുവും കുട്ടികളും സന്തോഷത്തോടെ ഇരിക്കുന്നത്. നീ രണ്ടാമത് കല്യാണം കഴിക്കുകയാണെങ്കിൽ എങ്ങനെയുള്ളവൻ വരുവോ, നിന്റെ ജീവിതം എന്താവോ എന്തോ. എനിക്ക് രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഒരു ചിന്തയില്ല. അഖിലിന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സും വാങ്ങി ഞാൻ സിംഗിൾ ആയിട്ട് ഇരുന്നോളാം. അപ്പോ ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ടിരിക്കാൻ പോവാണോ? ഒറ്റയ്ക്ക് നിനക്കൊരു കുഞ്ഞിനെ വളർത്താൻ പറ്റുമോ? ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ ഇത്രയും നേരം നീ എന്താ ആലോചിച്ചോണ്ടിരുന്നേ? എനിക്ക് ഡിവോഴ്സ് വേണം. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നാലും ശരി, എനിക്ക് ഡിവോഴ്സ് വേണം. ഇത് തന്നെ നീ നാളെ കോടതിയിൽ പറ. പക്ഷേ നിന്നെ കൺവിൻസ് ചെയ്യാൻ അവര് നോക്കും. ഞാൻ കൺവിൻസ് ആകില്ല. നിന്നെ ഭീഷണിപ്പെടുത്തും, ഭയപ്പെടുത്തും. ഞാൻ ഭയപ്പെടില്ല. നിങ്ങൾ ഒന്നിച്ചു നിന്ന സ്വത്തിൽ കൂടുതൽ തരുന്ന മോഹന വാഗ്ദാനം നൽകും. എനിക്ക് ജീവനാംശം നൽകിയാ മതി എന്ന് പറയും. അത് മാത്രമല്ല, എന്റെ ഒപ്പം ജീവിക്കാൻ അഖിലിനും ആഗ്രഹമില്ല. എന്നെക്കാളും മുൻപ് അവൻ ഡിവോഴ്സ് ചോദിക്കില്ലേ? അത് ഇന്നലെ വരെയുള്ള കഥയാ. ഇപ്പൊ അവന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുക. ആ സ്നേഹത്തിന് അവനെങ്ങനെ വിട്ടുകളയാൻ പറ്റും? എനിക്കതൊന്നും അറിയണ്ട ആന്റി. എനിക്ക് ഡിവോഴ്സ് വേണം, അത്ര തന്നെ. ശരി, നാളെ ഇതുപോലെ തന്നെ പറയണം, മാറ്റി പറയരുത്. ഇതാ നോക്ക്, എന്റെ കമ്മീഷൻ മറക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ ആന്റി. മുൻപ് ഇല്ലാത്ത പ്രഗ്നൻസി ഞാൻ ഉള്ളതായി അഭിനയിച്ചില്ലേ? ഇപ്പോ യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആയപ്പോ കുറച്ച് ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. എന്തോ നേടിയതുപോലെ ജയിച്ച പോലൊരു ഫീലിംഗ് ഉണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു ഫീലിംഗ്. എന്തൊക്കെയായാലും അമ്മയാകുന്നത് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് അല്ലേ? എനിക്ക് ശേഷം ജനിച്ച ഇവളൊക്കെ അമ്മയായി. ഞാനിനി എന്നാണോ അമ്മയാവുന്നത് അവിടെ നിൽക്കട്ടെ.
എനിക്കിനി കല്യാണ യോഗം ഉണ്ടോ? ആ, പോയി രാജയോട് ചോദിക്കാം. ആ. അഖിലിന്റെയും കാർത്തികയുടെയും ജീവിതത്തില് ഒരർത്ഥം ഉണ്ടാവാൻ പോവാ. സന്തോഷത്തിൽ നീ മറ്റൊരു കാര്യം മറന്നുപോവാണ് വസുന്ധര. കാർത്തിക അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷത്തില് അവളെടുത്ത തീരുമാനം എന്താണെന്ന് താൻ മറന്നുപോവുകയാണ്. ഇപ്പോഴും കാർത്തിക ഡിവോഴ്സ് വേണമെന്നാണ് പറയുന്നത്. അഖിലിനെ വിട്ട് പിരിഞ്ഞു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ അവരെ പിരിയാൻ അനുവദിക്കരുത്. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. എങ്ങനെ ഒന്നിപ്പിക്കണം എന്നാണ് പറയുന്നത്? കാർത്തികയ്ക്ക് സ്വത്തുക്കളല്ലാതെ അഖിലിന് ആവശ്യമില്ല. അവൾക്ക് ജീവനാംശം കിട്ടണമെന്നല്ലാതെ ഭർത്താവിന് അവൾക്ക് ആവശ്യമേ ഇല്ല. കാർത്തിക മൊത്തത്തിലൊരു പണപ്പിശാചായി മാറിക്കഴിഞ്ഞു. ഒരു സൊല്യൂഷൻ കിട്ടിയേട്ടാ. എന്താണ് വസുന്ധര? അഖിലും കാർത്തികയും ഒരുമിച്ച് ജീവിക്കാൻ എന്റെ മനസ്സിലൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഇനി കാർത്തിക അഖിലിനെ വിട്ടു പോവുകയില്ല. എങ്ങനെ? എന്ത് സൊല്യൂഷനാ അത്? ഏട്ടൻ പറഞ്ഞത് തന്നെയാ. ഏട്ടൻ പറഞ്ഞതിൽ നിന്നാ എനിക്ക് ആ പ്ലാൻ കിട്ടിയത്. ഈ തീരുമാനം കാർത്തികയുടെ മനസ്സ് മാറ്റും. താൻ എന്താ പറയണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. താൻ എന്ത് ചെയ്യാൻ പോകുന്ന? വളരെ സിമ്പിളായിട്ടാ.